സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാതെ ചുറ്റുമുള്ള കാര്യങ്ങളെ വെച്ച് ഒരുപാട് എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ദേ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഈ രണ്ടുപേരുടെ കഥ ഒന്ന് കേട്ടോ കേട്ടോ. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും കൂട്ടി പലരും പറയും മെർക്കുറി അഥവാ ബുധനാണ് അതെന്ന്. കാരണം സൂര്യന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളല്ലേ പുള്ളി, അപ്പൊ അതിന് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂടും ഉണ്ടാവുക. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. സൂര്യനിൽ നിന്ന് രണ്ടാമത് നിൽക്കുന്ന വീനസ് അഥവാ ശുക്രനാണ് ഇവിടുത്തെ യഥാർത്ഥ കില്ലർ. ഇവരുടെ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയൊരു വലിയ ജീവിതപാഠം കേട്ടോ. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് നിന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ ഒന്നാമനാവാതിരുന്നത്? അതിന്റെ പ്രധാന കാരണം പുള്ളിക്ക് സ്വന്തമായിട്ടൊരു അന്തരീക്ഷം ഇല്ല എന്നതാണ്. കിട്ടുന്ന ചൂട് അപ്പപ്പോ തന്നെ അങ്ങോട്ട് പോകും. പകല് പൊള്ളുന്ന വെയിലാണെങ്കിൽ രാത്രിയിൽ -ഡിഗ്രിയിലാണ് തണുപ്പുണ്ടാവുക. പക്ഷെ ശുക്രൻ അങ്ങനെയല്ല കേട്ടോ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു കട്ടി കൂടിയ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചൂടിന് ആള് പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കില്ല. തന്റെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം 465 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. അതായത് സൂര്യനോട് എത്ര അടുത്തു നിൽക്കുന്നു എന്നതിലല്ല, മറിച്ച് കിട്ടുന്ന ഊർജ്ജത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. ഇനി ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ പല സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മെർക്കുറിയെ പോലെ തന്നെ ആയി പോകും. ചെറിയ പരാജയങ്ങളിൽ തളരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുത്തും പോകും. മറിച്ച് വലിയ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒന്നുമില്ലെങ്കിലും കിട്ടുന്ന ഓരോ ചെറിയ അവസരത്തെയും ഉള്ളിലെ ആവേശമാക്കി മാറ്റാൻ പറ്റിയാൽ നിങ്ങളും ശുക്രനെ പോലെ ജ്വലിച്ചു നിൽക്കും. സാഹചര്യങ്ങളല്ല, നമ്മളുടെ ഉള്ളിലെ അറ്റ്മോസ്ഫിയർ ആണ് നമ്മളെയും ഹോട്ടാക്കുന്നത്. അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറ്റം പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ആ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഇതുപോലുള്ള മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.